ഒരാഴ്ച തികഞ്ഞില്ല. ഒരാഴ്ച തികയും മുമ്പ് കണ്ടില്ലേ, ഇതെന്താ ഇത്, കരിയോയിലാണോ? ഒരാഴ്ച തികയും മുമ്പ് വീണ്ടും അടൂരിലെ ആരോഗ്യ വിഭാഗം പിടികൂടിയ എണ്ണയെന്ന് പറയാൻ പറ്റുന്നില്ല, കരിയോയിൽ. ഈ കരിയോയിലിനകത്താണ് ചിക്കൻ വറുത്തതും ഉഴുന്നുവട തുടങ്ങിയതൊക്കെ വറുത്ത് ആളുകൾക്ക് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊന്ന് മൃഗങ്ങൾക്ക് പോലും കൊടുക്കാൻ കൊള്ളാത്ത ഈ സംഭവം, ഇതാണ് മനുഷ്യന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം കരിയോയിലിനെക്കാട്ടി കഷ്ടമായ എണ്ണയാണ്. കുറച്ചൊക്കെ അവർ ദുർഗന്ധം കാരണം കുഴിച്ചു മൂടി. ഈ എണ്ണയാണ് ഇന്നലെ നമ്മളിവിടെ പിടിച്ചത്. കരിയോയിലും മാറി നിൽക്കുന്ന രീതിയിലുള്ള എണ്ണയാണ്. നമ്മൾ എന്തായാലും നമ്മുടെ ജനങ്ങൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. വീണ്ടും ഈ പരിശോധന നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഈ ഹോട്ടലുകളുടെ ആരോഗ്യ വിഭാഗം പിടികൂടിയ പഴകിയ ഭക്ഷണവും എണ്ണയൊക്കെ പിടികൂടിയ ഹോട്ടലുകളുടെ പേര് പറയുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. കാരണം പ്രമുഖ ബ്രാൻഡുകൾ വരെ ഇതിനകത്തുണ്ട് കേട്ടോ. പ്രമുഖ ഹോട്ടലുകൾ വരെ ഇതിനകത്തുണ്ട്. ആരും വിശ്വസിക്കത്തില്ല കേട്ടോ. KFC, അടൂരെ KFC എന്നാണ് പഴകിയ എണ്ണ പിടിച്ചത് കേട്ടോ. എല്ലാവരും ഇഷ്ട സാധനം. KFC ഇല്ലാതെ പലർക്കും ഇറങ്ങത്തില്ല. KFC ഉണ്ടെങ്കിലേ പലർക്കും ഇറങ്ങത്തുള്ളൂ. അതുപോലെ KFC എന്നാണ് പഴകിയ എണ്ണ പിടിച്ചത്. പിന്നെ തീർന്നിട്ടില്ല, ഹിൽഫിൽ റെസ്റ്റോറൻറ്റ് കേട്ടോ, അവിടുന്ന് പഴകിയ ഫുഡാണ് പിടിച്ചത് കേട്ടോ. അടുത്ത് തബാദ്, അവിടുന്ന് പഴകിയ ഭക്ഷണമാണ് പിടികൂടിയത്. പിന്നെ പ്ലേറ്റ്സ് ബൈ നേഹ പറക്കൻസ്, അവിടെ കാലാവധി കഴിഞ്ഞ കുബൂസാണ് പിടികൂടിയത്. പിന്നെ ഡയാന, അവിടുന്ന് പഴകിയ എണ്ണ പിടിച്ചിട്ടുണ്ട്. റെഡ് ടീ ഉണ്ട്. പഴകിയ ചിക്കൻ ഉൽപ്പന്നങ്ങളാണ് അവിടുന്ന് പിടികൂടിയത്. പഴകിയ ബീഫിൻ്റെ കാലാണ് ബ്ലാക്ക് പെപ്പറിൽ നിന്ന് പിടികൂടിയത് കേട്ടോ. ജനങ്ങളിൽ നിന്നും ധാരാളം പരാതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഹോട്ടലുകൾ പരിശോധിക്കണമെന്നുള്ളൊരു തീരുമാനമെടുത്തത്.